നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡ് 1, 2, 3 കാണാത്തവർ അക്കൗണ്ടിൽ കയറി കാണാവുന്നതാണ്. നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം ഷോർട്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. കാരണം ഉണ്ടാക്കാനും ദിവസേന വീഡിയോ ഇടാനും കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് പോവാം. കഥയുടെ തുടക്കം. അങ്ങനെ ആ രാത്രി അവർ ഉറങ്ങി തീർത്തു. പിറ്റേ ദിവസം രാവിലെ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് യാത്ര പിന്നെയും ആരംഭിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അവർ മുന്നോട്ട് പോകുന്ന ടൈമിൽ അനുവിന്റെ മുന്നിൽ ഒരു കാക്ക നിലത്തോട്ട് ചത്തു വീഴുകയായിരുന്നു. അനുവും കൂട്ടുകാരും ആകെ ഭയന്നു. അവരതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ യാത്ര പിന്നെയും തുടങ്ങി. ഇപ്രാവശ്യം അവർ ആ പ്രേത ബംഗ്ലാവിലോട്ട് എത്തിപ്പെടുകയായിരുന്നു. എത്തിപ്പെട്ട അതേ സമയം തന്നെ ചുറ്റും നന്നായി കാറ്റടിക്കുകയായിരുന്നു. കാറ്റും അതുപോലെ മഴയും ഇടിയും അതുപോലെ മൃഗങ്ങൾ വികൃതമായി കരയുന്ന ശബ്ദവും എല്ലാം കൊണ്ടും അവിടെ ഒരു പ്രേതാലയം പോലെയായി മാറി. അവരെല്ലാവരും ഒന്ന് പേടിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആർക്കും മനസ്സിലാകുന്നില്ല. പിന്നീട് ഒന്നും നോക്കാതെ അവർ നേരെ ബംഗ്ലാവിൽ കയറി. അതേ സമയം തന്നെ അവർ ആ ലൂപ്പിൽ പെട്ടുപോവുകയാണ്. ഇനി അവർക്ക് പുറത്തോട്ട് പോവാൻ ഒരു വഴിയുമില്ല. കാരണം ആ മനയിലോട്ട് കാലുവച്ചവരാരും പിന്നീട് പുറത്തോട്ട് പോയിട്ടില്ല. രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. ആ സമയം തന്നെ ഒരു സ്ത്രീ ചിരിക്കുന്നതും അതുപോലെ അലറിക്കരയുന്നതും അവർ കേൾക്കുകയായിരുന്നു. അവരത് കേട്ടപ്പോൾ തന്നെ പുറത്തോട്ട് ഓടുകയായിരുന്നു. പക്ഷെ അവരെത്ര ഓടിയിട്ടും ആ ബംഗ്ലാവിന്റെ അടുത്തു നിന്ന് പോകുന്നില്ല. എങ്ങനെ ഓടിപ്പോയാലും എത്തുന്നത് പഴയ പോലെ ബംഗ്ലാവിന്റെ മുന്നിലോട്ട് തന്നെ മാത്രം. അതിന്റെ കാരണം അവരിപ്പോൾ ആ പ്രേതത്തിന്റെ ലൂപ്പിൽ പെട്ടുകിടക്കുകയാണ്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയുമോ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അറിയാൻ വേണ്ടി മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഒരു കമന്റെങ്കിലും എനിക്ക് കമന്റ് ബോക്സിൽ കാണണം. അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബൈ.